ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ നമ്മളൊരു ഫോള് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നിഫ്റ്റിയിലും അതേപോലെ തന്നെ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു 2% മുകളിൽ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മാർക്കറ്റിന്റെ കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എലക്ഷൻ തീരുന്നത് വരെയെങ്കിലും മാർക്കറ്റിൽ ഇതുപോലുള്ള വോളറ്റൈൽ മൂവ്മെന്റ്സ്, അതിപ്പോൾ ഡൗൺ സൈഡ് തന്നെ ആവണമെന്നില്ല, അപ്പ് സൈഡിലേക്കും പെട്ടെന്ന് ഒരു ഷൂട്ടപ്പ് ഉണ്ടാവും, അവിടെ നിന്നൊരു റിവേഴ്സൽ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ പ്രോപ്പർ ആയിട്ടൊരു ഡയറക്ഷണൽ മൂവ് ആയിരിക്കില്ല വരാൻ പോകുന്ന ആഴ്ചകളിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത്. എനിവേ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കിന്റെ പെർഫോമൻസ് എന്തെല്ലാം നോക്കാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് PFC. PFCയിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കണ്ട് ഏകദേശം ഒരു ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ 52 വീക്കൊക്കെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൺഡേയിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 7% താഴെയാണ് PFC ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ടായിരുന്നു. RBIയുടെ ഒരു ഡയറക്ഷൻ അവർക്ക് നല്ല NBFCക്കും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പബ്ലിക് സെക്ടറിലെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റിലേറ്റ് ചെയ്യുന്ന RBI ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സിറ്റുവേഷനിൽ എൻട്രി കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു ലെവലിലേക്ക്, അതായത് 480 474 എന്ന് പറയുന്ന ലെവലിലേക്ക് ഇത് തിരിച്ച് റീടെസ്റ്റിനൊക്കെ വന്ന് അല്ലെങ്കിൽ ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻട്രി വാലിഡ് അല്ല എന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് ടൈമിൽ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് ജിയോജിത്ത് ഫൈനാൻഷ്യൽ സർവീസ്. ഏകദേശം ഇതിന്റെ ഒരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി ട്രിഗർ ആയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 112 എബോ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു റിജക്ഷൻ സോണിന്റെ എബോ, മാർക്കറ്റിൽ ഈ ഒരു റിജക്ഷൻ സോണിന്റെ എബോ 112 എബോ വരികയാണെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 127 അല്ലെങ്കിൽ 146 എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഇത് വാലിഡേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് 112 എബോ സ്റ്റോക്ക് എപ്പോഴാണോ ക്രോസ് ചെയ്യുന്നത് നമുക്കിത് എൻട്രി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് താജ് GVK ഹോട്ടൽസ്. താജ് GVKയിൽ ഏകദേശം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആണ്. ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ 410 420 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് സ്റ്റോക്ക് റിജക്ട് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഇവിടെ നമുക്ക് എൻട്രി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലെവൽ നമ്മളൊരു ഫ്രഷ് എൻട്രിക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 422 എബോവ് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്കിന്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രഷ് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് താജ് GVK ഹോട്ടൽസ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് വീക്കിലെ സ്റ്റോക്ക് എന്ന് പറയുന്നത് PPL ഫാർമ. PPL ഫാർമയിൽ നമ്മൾ പറഞ്ഞ ഏകദേശം ആ ഒരു ലെവലിൽ നിന്ന്, അതായത് നമ്മൾ എൻട്രി വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ബ്രേക്ക് ഔട്ട് സോണിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മൂവ്, ഒരു 5% 6%ഓളം മൂവ്മെന്റ് തന്നതിന് ശേഷം നിലവിൽ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഏകദേശം ആ ബ്രേക്ക് ഔട്ട് നടന്ന 147 148 എന്ന് പറയുന്ന സോണിന്റെ ഇടയിലാണ്. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് നടന്നുള്ള ഈ ഒരു സോണിന്റെ ഇടയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു റീടെസ്റ്റിന് വന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിലും റിജക്ഷൻ ക്യാൻഡിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോക്ക് ഫർദർ ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തു, ഇനി പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നില്ല രീതി. അപ്പോൾ ഫ്രഷ് എൻട്രിക്കും കൺസിഡർ ചെയ്യാം. നിലവിൽ എൻട്രി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സ്റ്റോപ്പ് ലോസിൽ സ്റ്റോക്ക് എന്ത് ചെയ്താൽ മതി, ഹോൾഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മളൊരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് HPL ഇലക്ട്രിക് പവർ ആണ്. HPLന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് സോണിൽ നിന്ന് 5% അപ്പ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തിരിച്ച് ആ ബ്രേക്ക് ഔട്ട് സോണിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് സോണിലാണ് വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് റിജക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് 1 hour ക്യാൻഡിലൊക്കെ നെക്സ്റ്റ് ദിവസങ്ങളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. പ്രീവിയസ്ലി പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ലെവലുകൾ തന്നെയായിരിക്കും, ടാർഗറ്റും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മൂവ്മെന്റ് തരാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം. ആദ്യം വരുന്നത് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ നമ്മളൊരു ടൈം ഫ്രെയിം, ഡെയിലി വീക്ക്ലി ടൈം ഫ്രെയിം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് റാലി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് റാലി നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ, അതായത് 23 മെയ് തൊട്ടിട്ട് 24 മെയ് വരെയൊക്കെ ആയിട്ട് ഏകദേശം 80-90% റണ്ണാണ് സ്റ്റോക്ക് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ 1000 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ നമ്പർ ടാറ്റ മോട്ടോഴ്സ് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വൈസ് മൂവാണ് സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1000-ന്റെയും 900-ന്റെയും ഇടയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു 1054 അല്ലെങ്കിൽ 1065 എന്നൊക്കെ പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫർദർ ഈ ഒരു അപ് ട്രെൻഡ് ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള നല്ല സാധ്യതകളുണ്ട്. എക്സ്റ്റേണലി കമ്പനി നല്ല രീതിയിൽ റിപ്പോർട്ട്, അതായത്
കമ്പനിയുടെ ഫണ്ടമെന്റൽ സൈഡിലാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടും റിപ്പോർട്ട്സ് ഒക്കെ പോസിറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടാറ്റ മോട്ടോഴ്സ് ഒരു 1150 1200 ലെവലിലേക്കൊക്കെ വരുന്ന കുറച്ച് മാസങ്ങൾ കൊണ്ട് നമ്മൾ കവർ ചെയ്യുന്നില്ലതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു എൻട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ 1054 മുകളിൽ എൻട്രി ചെയ്യാം, അതല്ലെങ്കിൽ പ്രോപ്പർ ബ്രേക്ക്ഔട്ട് എൻട്രി ആയിട്ട് 1064 മുകളിൽ എൻട്രി ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വരിക നമുക്കൊരു 1000 ബിലോ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരിക. നമ്മൾ 1154 അല്ലെങ്കിൽ 1200 എന്നൊക്കെ പറയുന്ന റേഞ്ചുകളാണ് നമ്മൾ ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. ടാറ്റ മോട്ടോഴ്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് ടേമിലേക്കും കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് റൺ ചെയ്യുന്നു. ആ ഒരു സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചെറിയ രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ കൺസോൾട്ടേഷനിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ട്രെൻഡ് റിവേഴ്സലും സംഭവിക്കാറുണ്ട്. ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ ലോവർ സൈഡൊക്കെ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് സ്റ്റോക്ക് താഴേക്ക് പോകണം. ഈ ഒരു ഏരിയ ഒക്കെ കട്ട് ചെയ്ത് കവർ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്താണ് ട്രെൻഡ് എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ആവുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു ലെവൽ കട്ട് ചെയ്തതിനു ശേഷം മുകളിലേക്ക് സ്റ്റോക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കാം ഇനി ഒരു സ്ട്രക്ചർ വരാൻ പോകുന്നത്. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ലെവൽസുകളിൽ എൻട്രി എടുക്കാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് NMDC ആണ്. NMDC അത്യാവശ്യം നല്ലൊരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഫർദർ എന്ത് ചെയ്യുന്നുണ്ട്, മുമ്പ് റിജക്ട് ചെയ്തിട്ടുള്ള ഒരു മേജർ സോണിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ബ്രേക്ക്ഔട്ട് നടന്നതിന് ശേഷം പിന്നെ ഒരു റീടെസ്റ്റിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 254 അല്ലെങ്കിൽ 56 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഒരു 245, അതല്ലെങ്കിൽ കുറച്ചുകൂടി കൺസർവേറ്റീവ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 240 താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് 270, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 282 അല്ലെങ്കിൽ 290 എന്നൊക്കെ പറയുന്ന സോൺ, ഈ സോണിലേക്കൊക്കെ സ്റ്റോക്ക് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ബ്രേക്ക്ഔട്ട് നടന്നു, അതേ സോണിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു റീടെസ്റ്റ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതായത് ഫസ്റ്റ് റാലി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് വേവ് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റർ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് പോസിബിൾ ടൈമാണ് NMDCയിൽ. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്ന ഒരു സ്റ്റോക്കാണ് ക്രോംപ്ടൺ. ഏകദേശം ഞാൻ നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ക്രോംപ്ടൻ്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ഒരുപാട് താഴേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഒരുപാട് കാലം എന്ത് ചെയ്യുന്നുണ്ട്, ഡൗൺ ട്രെൻഡിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് കുറച്ച് കാലം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ്. അപ്പോൾ ഇനി ഒരു പ്രോപ്പർ റിവേഴ്സൽ, അതായത് ഒരു ബ്രേക്ക്ഔട്ട് തന്നു, ഒരു റീടെസ്റ്റ് ഏരിയ വന്നു. അപ്പോൾ ഇനി ഒരു പ്രോപ്പർ റിവേഴ്സൽ ആണ് വരുന്ന കാലങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഷോർട്ട് ടേം ടു മിഡ് ടൈമിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കലി റിവേഴ്സൽ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ സ്റ്റോക്ക് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്കുകളുണ്ട്, ട്രെൻഡ് റിവേഴ്സൽ വരുന്ന സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആ ലെവൽസ് ആണ്. പ്രോപ്പർ ലെവൽസിലായിരിക്കണം നമ്മൾ എൻട്രി. അവിടെയാണ് നമുക്ക് ലൊക്കേഷനിലാണ് എൻട്രി കിട്ടേണ്ടത്. ആ ലൊക്കേഷനാണ് നമ്മൾ ഫർദർ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് ആക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് റിവേഴ്സലോ അല്ലെങ്കിൽ ഹയർ ഹൈസോ ഒക്കെ മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്കിന് വരുന്നുണ്ട്. നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരിക പ്രോപ്പർ ലൊക്കേഷനിൽ എൻട്രി ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്രോംപ്ടൺ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 330 ഈ നിൽക്കുന്ന ലെവലിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. 329, 330 എന്നൊക്കെ പറയുന്ന റേഞ്ചിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 300 താഴെ അല്ലെങ്കിൽ 315 താഴെ ഒക്കെ, 310 താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ്, അതായത് ലാസ്റ്റ് വന്നിട്ടില്ല ഈ ഒരു ഏരിയയിൽ താഴെ കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 345, സെക്കൻഡ് ടാർഗറ്റ് 360. ഇനി ഒരു തേർഡ് ആൻഡ് ഫൈനലൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 375, 390 ലെവലിലേക്കും നമുക്ക് ടാർഗറ്റുകൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ വന്നതിന് ശേഷം ഇത് മാർക്കറ്റ് ഇതുപോലെ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും, ടൈം എടുത്തിട്ടൊക്കെ ആവാൻ ചിലപ്പോൾ മൂവ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം പേഷ്യൻസ് കൂടി നമ്മൾ എൻട്രി എടുക്കുമ്പോൾ കാണിക്കണം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നത് ഗോകുൽ ആഗ്രോ. ഈ ഗോകുൽ ആഗ്രോയുടെ ഒരു സ്ട്രക്ചറും ഏകദേശം ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ബ്രേക്ക്ഔട്ട് സോൺ 150 എന്ന് പറയുന്നത് ഒരു ബ്രേക്ക്ഔട്ട് സോണാണ്. സ്റ്റോക്ക് ഓൾറെഡി അവിടെ ബ്രേക്കിംഗ് നടത്തി, പ്രൈസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ക്യാൻഡിൽ ക്ലോസിംഗ് നടന്നിട്ടില്ല. തിരിച്ച് അഗൈൻ താഴോട്ട് വരുന്നു, ഒരു പുൾ ബാക്ക് എടുക്കുന്നു. ഇനി അടുത്ത റാലി ആയിരിക്കാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് 150യിൽ എൻട്രി ചെയ്യാം. എന്ത് ചെയ്താൽ മതി, ഒരു 138 ബിലോ അല്ലെങ്കിൽ 135 ബിലോ ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 165. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് 165, 78 സെക്കൻഡ് ടാർഗറ്റ്, 90 തേർഡ് ടാർഗറ്റ്. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റിലും സെക്കൻഡ് ടാർഗറ്റിലൊക്കെ എത്തുമ്പോൾ പ്രോപ്പർ ആയിട്ട് ട്രേഡ് മാനേജ് ചെയ്യുക, 50% ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ട്രയലിംഗ് SL മെത്തേഡ് കീപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ വിന്നിംഗ് ട്രേഡിനെ റൺ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്മാർട്ട് ലിങ്ക് ഹോൾഡിങ്സ്. സ്മാർട്ട് ലിങ്കിൻ്റെ ഒരു ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വീക്ക്ലി ടൈം ഫ്രെയിം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് കാലങ്ങളായിട്ട് സ്റ്റോക്ക് ഫർദർ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന സോണുകളാണ് ഈ ഒരു 240 to 250 എന്ന് പറയുന്ന സോണ്.
അതായത് സ്റ്റോക്ക് എപ്പോഴൊക്കെ ഈ ഏരിയയിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ സെല്ലേഴ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 252ൻ്റെ എബോ അല്ലെങ്കിൽ 253ൻ്റെ ഒക്കെ എബോ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ യെസ്, നമുക്ക് 250ക്ക് എബോ എൻട്രി കൺസിഡർ ചെയ്യാം. 230ക്ക് ബിലോ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 280, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 300 ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ആഴ്ചയിലേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഫർദർ സ്റ്റോക്സ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ. അപ്പോൾ നമ്മൾ ഈ വീക്കിലേക്കോ അല്ലെങ്കിൽ അടുത്ത വീക്കിലേക്കോ കൺസിഡർ ചെയ്യുമ്പോൾ മാർക്കറ്റ് അത്ര നല്ല രീതിയിൽ വോളറ്റൈലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എക്സ്റ്റേണലി ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇലക്ഷൻ റിസൾട്ട് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഗ്ലോബൽ മാർക്കറ്റ് ആയിക്കോട്ടെ. അപ്പോൾ വോളറ്റിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഇന്ത്യ വിക്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിക്സിൽ ഷൂട്ടപ്പ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പാനിക് കൂടുതലാണ്. ബയേഴ്സിനോ സെല്ലേഴ്സിനോ അല്ലെങ്കിൽ ട്രെൻഡ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന രീതിയിലുള്ള തരത്തിലൊന്നും ഇൻഡിക്കേഷൻസ് ഇല്ല. വോളറ്റിലിറ്റിയാണ്. അപ്പോൾ പ്രോപ്പർ പൊസിഷൻ സൈസിങ്ങും റിസ്ക് മാനേജ്മെന്റും മാത്രം ചെയ്തിട്ട് എൻട്രീസ് കൺസിഡർ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൻഡർ ചെയ്യുന്ന 100 ക്വാണ്ടിറ്റി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അത് 50ലേക്ക് കൺവേർട്ട് ചെയ്യുക. 10 ട്രേഡ് എടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ 5 ട്രേഡ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് പകുതിയായിട്ട് കുറയ്ക്കാം. എനിവേ, താങ്ക് യു.